ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോവുകയാണ് ദുബായിൽ അനുദിനം വളർന്നുകൊണ്ടിരിക്കുന്ന റിയൽ എസ്റ്റേറ്റ് മാർക്കറ്റിൽ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ലീഗൽ ആയിട്ടുള്ള, റെഗുലേറ്റഡ് ആയിട്ടുള്ള, വെരിഫൈഡ് ആയിട്ടുള്ള മാർഗ്ഗങ്ങളെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോവുകയാണ്. അത് മാത്രമല്ല 6 മുതൽ 10% വരെ വാടക ഇനത്തിലുള്ള വരുമാനവും നിങ്ങൾക്ക് ലഭിക്കുന്നു. മാത്രമല്ല പ്രോപ്പർട്ടിയുടെ വാല്യൂ കൂടുന്ന സമയത്ത് ക്യാപിറ്റൽ അപ്രിസിയേഷനും നിങ്ങൾക്ക് ലഭ്യമാകുന്നു. ഇതിന്റെ ഏറ്റവും ബെസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് ഇത് അൺറെഗുലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ നിയമവിരുദ്ധമായിട്ടുള്ള ഒരു മെത്തേഡ് അല്ല. ദുബായ് ഫിനാൻഷ്യൽ സർവീസസ് അതോറിറ്റിയുടെ കൃത്യമായിട്ടുള്ള റെഗുലേഷനുള്ള അംഗീകാരമുള്ള ഒരു മെത്തേഡാണിത്. അത് മാത്രമല്ല ഇന്ത്യൻസിന് RBIയുടെ ലിബറലൈസ്ഡ് റെമിറ്റൻസ് സ്കീമിലൂടെ ഇൻവെസ്റ്റ് ചെയ്യാനും ഇവിടെ അവസരമുണ്ട്. ദുബായ് ഫിനാൻഷ്യൽ സർവീസസ് അതോറിറ്റി അഥവാ DFSA എന്ന് പറയുന്നത് ദുബായ് ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ സെന്ററിൽ പ്രവർത്തിക്കുന്ന ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ റെഗുലേറ്റർ ആണ്. ഇത് 2004 എസ്റ്റാബ്ലിഷ് ചെയ്തത്. ഇത് ബാങ്കിംഗ്, അസറ്റ് മാനേജ്മെന്റ്, സെക്യൂരിറ്റി, ഇസ്ലാമിക് ഫിനാൻസ്, ക്രിപ്റ്റോ ടോക്കൺ ഇവയെല്ലാം കൃത്യമായിട്ട് റെഗുലേറ്റ് ചെയ്യുന്നു. അത് മാത്രമല്ല ആന്റി മണി ലോണ്ടറിംഗ്, കൗണ്ടർ ടെററിസം, ഫിനാൻഷ്യൽ റൂൾസ് ഇതെല്ലാം കൃത്യമായിട്ട് എൻഫോഴ്സ് ചെയ്യുന്നു. സോ ഏതെങ്കിലും ഒരു കമ്പനി DFSAയുടെ കീഴിലാണ് പ്രവർത്തിക്കുന്നത് എന്ന് നിങ്ങൾ കേൾക്കുന്ന സമയത്ത് നിങ്ങൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? നിങ്ങൾക്ക് ഏറ്റവും അധികം വിശ്വസിക്കാൻ പറ്റുന്ന ട്രസ്റ്റ് വർത്തി ആയിട്ടുള്ള ഒന്നാണ് എന്നാണ് അതിന്റെ അർത്ഥം. പക്ഷെ പലപ്പോഴും ആളുകൾ മനസ്സിലാക്കാതെ പോകുന്ന ചില കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ അറിയാതെ പോവുകയാണെങ്കിൽ നിങ്ങളുടെ പണം സ്റ്റക്ക് ആവാനും സാധ്യതയുണ്ട്. സോ നമുക്ക് മനസ്സിലാക്കാം എന്താണ് ദുബായ് റിയൽ എസ്റ്റേറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അതിനകത്ത് ഉൾപ്പെട്ടിരിക്കുന്ന റിസ്കുകൾ എന്തൊക്കെയാണ്, അതിന്റെ പ്രോസസ്സ്, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഗൈഡ് ലൈൻ ഇതെല്ലാം വളരെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാം. ബൊസോല മലയാളത്തിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ അവിനാഷ്. സാധാരണഗതിയിൽ ഒരു റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് ലക്ഷങ്ങളും കോടികളും ഉൾപ്പെട്ടിരിക്കുന്ന ഒരു പ്രോസസ്സാണ്. പക്ഷേ ഈ ഒരു സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് വെറും 500 രൂപ ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് റിയൽ എസ്റ്റേറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാം. പക്ഷേ ബുർജ് ഖലീഫയിൽ ഒരു വലിയ ഫ്ലാറ്റ് നിങ്ങൾക്ക് വാങ്ങാം എന്നല്ല ഞാൻ നിങ്ങളോട് പറയുന്നത്. അതല്ല അതിന്റെ അർത്ഥം. ഫ്രാക്ഷണൽ ഓണർഷിപ്പ്, അതായത് ഒരു പ്രോപ്പർട്ടിയുടെ വളരെ ചെറിയ ഒരു പോർഷൻ അല്ലെങ്കിൽ അതിന്റെ ഒരു പോർഷൻ നിങ്ങൾക്ക് ഓൺ ചെയ്യാനുള്ള ഒരു അവസരം ഇവിടെ ഒരുങ്ങുന്നു. നിങ്ങളുടെ ഷെയറിന് അനുസൃതമായിട്ട് നിങ്ങൾക്ക് റെന്റൽ ഇൻകം ലഭിക്കുന്നു. അതുകൂടാതെ പ്രോപ്പർട്ടി വിൽക്കുന്ന സമയത്ത് അതിൽ നിന്നുള്ള പ്രോഫിറ്റ് ഷെയറും നിങ്ങൾക്ക് ലഭിക്കുന്നു. ഈ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഇന്ത്യയിൽ പുതിയതാണ്. പക്ഷേ 2017 തൊട്ട് തന്നെ ദുബായിൽ ഇത് നിലവിലുണ്ട്. സോ ഇപ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് ഒരു ചോദ്യം ഉണ്ടാകും, എന്തുകൊണ്ട് ദുബായിൽ ഇൻവെസ്റ്റ് ചെയ്യണം? നമുക്ക് എന്തുകൊണ്ട് ഇന്ത്യൻ റിയൽ എസ്റ്റേറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പാടില്ല? അതിനുള്ള ഉത്തരം എന്താണെന്ന് വെച്ചാൽ ദുബായ് റിയൽ എസ്റ്റേറ്റ് മേഖല എന്ന് പറയുന്നത് അനുദിനം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ അനുദിനം ബൂം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വലിയ ഇൻഡസ്ട്രിയൽ മേഖലയാണ്. അത് മാത്രമല്ല സീറോ ടാക്സ് ബെനിഫിറ്റും ഇവിടെ അവൈലബിൾ ആണ്. അതായത് വാടക ഇനത്തിലുള്ള വരുമാനത്തിന് ടാക്സ് ഇല്ല, ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് ഇല്ല, അതുകൂടാതെ ആനുവൽ പ്രോപ്പർട്ടി ടാക്സും ഇല്ല. ആകെയുള്ളത് വെറും 4% രജിസ്ട്രേഷൻ ഫീസ് മാത്രമാണ്. കൂടാതെ ദുബായിലുള്ള വാടക ഇനത്തിൽ ലഭിക്കുന്ന വരുമാനം എന്ന് പറയുന്നത് ഇന്ത്യയേക്കാൾ വളരെ കൂടുതലാണ്. ഇന്ത്യയിൽ അത് 2 മുതൽ 3% ആണെങ്കിൽ ദുബായിൽ 5 മുതൽ 7% വാടക ഇനത്തിൽ പ്രോഫിറ്റ് ആയിട്ട് ലഭിക്കുന്നത്. കൂടാതെ ദുബായ് ദിറംസ് എന്ന് പറയുന്നത് US ഡോളറുമായിട്ട് പ്ലഡ്ജ്ഡ് ആണ്. അതായത് രൂപയുടെ മൂല്യം കുറയുന്ന സമയത്തും നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് വാല്യൂ കൂടുന്നു. സോ പ്രധാനമായിട്ട് 3 തരത്തിലുള്ള വരുമാന സ്ട്രീമുകളാണ് ഉള്ളത്. ഒന്ന് റെന്റൽ ഇൻകം, അതായത് വാടക ഇനത്തിൽ ലഭിക്കുന്ന വരുമാനം, അത് 6 മുതൽ 7% വരെയാണ്. അതുകൂടാതെ ക്യാപിറ്റൽ അപ്രീസിയേഷൻ എന്ന രീതിയിൽ ലഭിക്കുന്ന വരുമാനം 3 മുതൽ 5% വരെയാണ്. മാത്രമല്ല കറൻസി ഗെയിൻ 3 മുതൽ 4% വരെ വരുമാനം ലഭിക്കാനുള്ള സാധ്യതയും ഇവിടെയുണ്ട്. ഇനി നമുക്ക് എങ്ങനെയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് എന്നതിനെ കുറിച്ച് മനസ്സിലാക്കാം. ഇതിൽ ആദ്യത്തെ മെത്തേഡ് എന്ന് പറയുന്നത് ഫ്രാക്ഷണൽ ഓണർഷിപ്പ് പ്ലാറ്റ്ഫോമുകളാണ്. അതായത് സ്റ്റേക്ക്, സ്മാർട്ട് ക്രൗഡ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമുകളിലൂടെ നിങ്ങൾക്ക് ഫ്രാക്ഷണൽ ആയിട്ട് അല്ലെങ്കിൽ ഓണർഷിപ്പിന്റെ ഒരു ഭാഗം നിങ്ങൾക്ക് നേടാം. ഈ 2 ആപ്പുകളും DFSA റെഗുലേറ്റഡ് ആണ്. ഇത് എങ്ങനെയാണ് വർക്ക് ആവുന്നത്? ഈ ഒരു പ്ലാറ്റ്ഫോം ഒരു പ്രോപ്പർട്ടി സെലക്ട് ചെയ്യുന്നു. കൃത്യമായിട്ടുള്ള പരിശോധനകൾക്കും സ്ക്രൂട്ടനൈസേഷനും ശേഷം ആപ്പിലേക്ക് ഇത് ലിസ്റ്റ് ചെയ്യുന്നു. അതിനുശേഷം ഇൻവെസ്റ്റർമാർ പണം പൂൾ ചെയ്യുന്നു. അതായത് SPV, ഒരു സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ എന്ന് പറയുന്ന ഒരു കാര്യം DIFCയിൽ ഉണ്ടാക്കിയെടുക്കുന്നു. ഈ SPV, സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ, ഈ ഒരു പ്രോപ്പർട്ടി ഓൺ ചെയ്യുന്നു അല്ലെങ്കിൽ അതിന്റെ ഉടമസ്ഥാവകാശം കൈവരിക്കുന്നു. ഇൻവെസ്റ്റർമാർക്ക് എങ്ങനെയാണ് കിട്ടുന്നത്? ഇൻവെസ്റ്റർമാർ ഈ SPVയിൽ ഒരു ഷെയർ ഓൺ ചെയ്യുന്നു. സോ നിങ്ങൾക്ക് ഷെയർ സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ ടൈറ്റിൽ ഡീഡ്, മാത്രമല്ല മന്ത്ലി റെന്റൽ ഇൻകം, പ്രതിമാസ വാടക ഇനത്തിലുള്ള വരുമാനവും നിങ്ങൾക്ക് ലഭിക്കുന്നു ആസ് എ ഷെയർ ഹോൾഡർ. നിങ്ങൾക്ക് നിങ്ങളുടെ ഷെയർ വിൽക്കാനും ഇവിടെ ഓപ്ഷൻ ഉണ്ട്. സോ ഇന്ത്യൻസിന് എങ്ങനെയാണ് ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്? RBIയുടെ LRS സ്കീം ഉപയോഗിച്ചുകൊണ്ടാണ് ഇത് സാധ്യമാകുന്നത്. ഇതിൽ നിങ്ങൾ LRS ഫോം ഫില്ല് ചെയ്തുകൊണ്ട് നിങ്ങളുടെ പർപ്പസ് പ്രോപ്പർട്ടി ഇൻവെസ്റ്റ്മെന്റ് എന്ന് അവിടെ മെൻഷൻ ചെയ്ത ശേഷം നിങ്ങൾക്ക് HDFC, ICICI, ആക്സിസ് ബാങ്ക്, SBI എന്നീ ബാങ്കുകൾ മുഖേന നിങ്ങൾക്ക് പണം അയക്കാം. ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ 7 ലക്ഷം രൂപയോ അതിന് മുകളിലോ ആണ് കൊടുക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ അതിന് മുകളിലോ ആണ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ, നിങ്ങൾ വിദേശത്തേക്ക് ദുബായിലേക്ക് അയക്കുന്നതെങ്കിൽ ആ എമൗണ്ട് ടാക്സബിൾ ആയിരിക്കും. 20% ടാക്സ് ആയിരിക്കും കൊടുക്കേണ്ടതായിട്ടുണ്ടാവുക. പക്ഷേ പേടിക്കേണ്ട ഒരു ആവശ്യവുമില്ല. നിങ്ങൾക്ക് ഇൻകം ടാക്സ് ഡിക്ലെയർ
ഡിക്ലെയർ ചെയ്യുന്ന സമയത്ത് ഈ ഒരു എമൗണ്ട് ക്ലെയിം ചെയ്യാനും സാധ്യമാണ്. സോ ഇതുമായി ബന്ധപ്പെട്ട ചില ഫീസുകളുണ്ട്. ഒന്ന് എൻട്രി ഫീ. ഇതിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് 1.5% എൻട്രി ഫീ കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രതിവർഷം 0.5% ഫീസ് കൊടുക്കേണ്ടതായിട്ടുണ്ട്. മാത്രമല്ല നിങ്ങൾ എക്സിറ്റ് ചെയ്യുകയാണെങ്കിൽ 2.5% 2.5% നിങ്ങൾ ഫീസ് ആയിട്ട് കൊടുക്കേണ്ടതായിട്ടുണ്ട്. സോ പ്രധാനമായിട്ട് രണ്ട് തരത്തിലുള്ള ഇൻവെസ്റ്റ്മെന്റ് സ്ട്രാറ്റജികളാണ് ഇവിടെ ഉള്ളത്. ഒന്ന് ഹോൾഡ് സ്ട്രാറ്റജി, രണ്ടാമത്തേത് ഫ്ലിപ്പ് സ്ട്രാറ്റജി. ഹോൾഡ് സ്ട്രാറ്റജി എന്ന് പറയുന്നത് നിങ്ങൾ 3 മുതൽ 5 വർഷത്തേക്ക് നിങ്ങൾ ഇൻവെസ്റ്റ്മെന്റ് തുടരുന്നു. അപ്പോൾ നിങ്ങൾക്ക് 6 മുതൽ 12% വരെ റിട്ടേൺ ആയിട്ട് ലഭിക്കുന്നു. ഫ്ലിപ്പ് സ്ട്രാറ്റജിയിൽ സംഭവിക്കുന്നത് 12 മുതൽ 18 മാസം വരെ ഇൻവെസ്റ്റ്മെന്റും 15 മുതൽ 20% വരെ റിട്ടേണും. രണ്ടാമത്തെ ഒരു ഇൻവെസ്റ്റ്മെന്റ് മെത്തേഡ് എന്ന് പറയുന്നത് REITs, അതായത് റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെന്റ് ട്രസ്റ്റുകൾ വഴി നിക്ഷേപിക്കുന്ന ഒരു പ്രോസസ്. വെറും 500 രൂപ മുതൽ നിക്ഷേപിക്കാൻ കഴിയുന്ന റേറ്റ്സുകൾ ദുബായ് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവർ മൾട്ടിപ്പിൾ പ്രോപ്പർട്ടികൾ ഓൺ ചെയ്യുന്നു. അത് മാത്രമല്ല 90%-ലധികം റെന്റൽ ഇൻകം അവർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. കൂടാതെ ഓരോ ക്വാർട്ടർലിയും ഡിവിഡൻഡും ഷെയർ ചെയ്യുന്നു. പക്ഷേ നിങ്ങൾക്കൊരു UAE ബ്രോക്കറേജ് അക്കൗണ്ട് വേണം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അത് വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു കാര്യം കൂടിയാണ്. അത്ര ഈസി ആയിട്ടുള്ള ഒന്നല്ല ഈ ഒരു മെത്തേഡ്. ടോക്കണൈസ്ഡ് റിയൽ എസ്റ്റേറ്റ് എന്ന് പറയുന്നതാണ് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു മെത്തേഡ്. ഇത് കമ്പാരിറ്റീവ്ലി കുറച്ചുകൂടെ പുതിയ ഒരു ഇൻവെസ്റ്റ്മെന്റ് മെത്തേഡാണ്. ഇത് 2025-ലാണ്, അതായത് ജസ്റ്റ് കഴിഞ്ഞ വർഷം മാത്രമാണ് ഈ ഒരു മെത്തേഡ് അവർ സ്റ്റാർട്ട് ചെയ്തത്. ഇവിടെ പ്രോപ്പർട്ടികൾ ഡിജിറ്റൽ ടോക്കൺ ആയിട്ട് കൺവേർട്ട് ചെയ്തിരിക്കുന്നു. അതുപോലെ തന്നെ ബ്ലോക്ക് ചെയിൻ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഓണർഷിപ്പ് ആയിരിക്കും ഇവിടെ ആക്റ്റീവ് ആയിട്ടുള്ളത്. ചെറിയ ഇൻവെസ്റ്റ്മെന്റ് നടത്താൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക്, അതല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റിലേക്ക് ജസ്റ്റ് കാലെടുത്ത് വെക്കുന്ന ആളുകൾക്ക് പറ്റിയ ഒന്നാണിത്. നമ്മൾ ദുബായിൽ ഇൻവെസ്റ്റ് ചെയ്തതിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ ഇൻവെസ്റ്റ്മെന്റിനോളം പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെയും നമ്മുടെ കുടുംബത്തിന്റെയും ഒക്കെ ഒരു ഫിനാൻഷ്യൽ സെക്യൂരിറ്റി ഉറപ്പുവരുത്തുക എന്നുള്ള കാര്യം. ഫിനാൻഷ്യൽ സെക്യൂരിറ്റി ഉറപ്പുവരുത്താൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഒരു ടേം ഇൻഷുറൻസ് എടുക്കണം, അല്ലെ? വെറും 400 രൂപ മുതൽ 500 രൂപ വരെയുള്ള പ്രതിമാസ പ്രീമിയത്തിൽ പോളിസി ബസാറിൽ നിന്ന് നിങ്ങൾക്ക് ടേം ഇൻഷുറൻസ് എടുക്കാം. ഇവിടെ 51-ലധികം ഇൻഷുറൻസ് പാർട്ണർമാരുണ്ട്. നിങ്ങൾക്ക് തെരഞ്ഞെടുത്ത് ഇഷ്ടമുള്ളത് വാങ്ങിക്കാം. മാത്രമല്ല 15% ഡിസ്കൗണ്ടും പോളിസി ബസാറിൽ അവൈലബിൾ ആണ്. കൂടാതെ കോടികളുടെ കവറേജും ലഭ്യമാണ്. അതുകൂടാതെ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ വരികയാണെങ്കിൽ, നമ്മൾ എന്തെങ്കിലും തരത്തിൽ ഹോസ്പിറ്റലൈസേഷൻ പോലുള്ള കാര്യങ്ങൾ വരികയാണെങ്കിൽ അതുവരെ നമ്മൾ സമ്പാദിച്ച മൊത്തം പണവും അവിടെ പോകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അവിടെയാണ് ഒരു ഹെൽത്ത് ഇൻഷുറൻസിന്റെ പ്രാധാന്യം. വെറും 400 മുതൽ 500 രൂപ വരെ പ്രതിമാസ പ്രീമിയത്തിൽ നിങ്ങൾക്ക് പോളിസി ബസാറിൽ നിന്നും ഹെൽത്ത് ഇൻഷുറൻസും അവൈലബിൾ ആണ്. കോടികളുടെ കവറേജും ഇവിടെ ലഭ്യമാണ്. മാത്രമല്ല 25% വരെ ഡിസ്കൗണ്ടും ഹെൽത്ത് ഇൻഷുറൻസിനും ലഭ്യമാണ്. കൂടാതെ വെറും 30 മിനിറ്റിനുള്ളിൽ ക്ലെയിം സെറ്റിൽമെന്റും ഉറപ്പു നൽകുന്നു. നേരത്തെ ടേം ഇൻഷുറൻസിന്റെ കാര്യം പറഞ്ഞതുപോലെ 51-ലധികം ഇൻഷുറൻസ് പാർട്ണർമാർ ഇവിടെയും ഹെൽത്ത് ഇൻഷുറൻസിന്റെ കാര്യത്തിലും അവൈലബിൾ ആണ്. മാത്രമല്ല ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് മാനേജറുടെ സഹായവും നിങ്ങൾക്ക് അവൈലബിൾ ആണ്. സോ നിങ്ങൾ പോളിസി ബസാറിൽ നിന്നും ടേം ഇൻഷുറൻസോ ഹെൽത്ത് ഇൻഷുറൻസോ വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അതിന്റെ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. അത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ്. സോ ദുബായിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ ദുബായ് റിയൽ എസ്റ്റേറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രധാനമായിട്ടും കൺസിഡർ ചെയ്യേണ്ട ഒരു കാര്യം എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്നുകിൽ നിങ്ങൾക്ക് 500 രൂപ മുതൽ ഏകദേശം 5 ലക്ഷം രൂപ വരെ എടുക്കാനുള്ള ഒരു കപ്പാസിറ്റി നിങ്ങൾക്കുണ്ട്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇന്റർനാഷണൽ ഡൈവേഴ്സിഫിക്കേഷൻ, നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് കുറച്ചുകൂടെ വിപുലീകരിച്ച് അത് ഇന്റർനാഷണൽ ഡൈവേഴ്സിഫിക്കേഷൻ എന്ന ഒരു രീതിയിലേക്ക് കൊണ്ടുവരണം എന്ന ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ചെയ്യാവുന്നതാണ്. അത് മാത്രമല്ല 3 മുതൽ 5 വർഷത്തേക്ക് നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെന്റ് തുടരാം. അത് മാത്രമല്ല നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് ലിക്വിഡിറ്റി വേണം എന്നുണ്ടെങ്കിൽ, അതല്ല കുറച്ചുകൂടെ സിമ്പിൾ ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് ആണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇത് നിങ്ങൾക്ക് പറ്റിയ ഒന്നല്ല. സോ നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ സ്റ്റേക്ക് അല്ലെങ്കിൽ സ്മാർട്ട് ക്രൗഡ് എന്ന് പറയുന്ന ആപ്പുകൾ ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്കത് എക്സ്പ്ലോർ ചെയ്ത് എങ്ങനെയാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് എന്ന് അതിലൂടെ മനസ്സിലാക്കാം. നിങ്ങളുടെ ബാങ്കിനോട് LRSനെ പറ്റി സംസാരിക്കുക. ഒരു സ്റ്റാറ്റഡ് അക്കൗണ്ടന്റിന്റെ കൃത്യമായിട്ടുള്ള ഗൈഡൻസും നിങ്ങൾ നേടേണ്ട ആവശ്യമുണ്ട്. ശ്രദ്ധിക്കുക, ഈ വീഡിയോ എന്ന് പറയുന്നത് എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി മാത്രമുള്ളതാണ്. ഇതൊരു ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസ് അല്ല. നിങ്ങൾ ഏത് ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്ന സമയത്തും കൃത്യമായിട്ടുള്ള മാർക്കറ്റ് റിസർച്ചുകൾ ചെയ്യുക. അതുപോലെ തന്നെ റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് റിട്ടേൺ ഗ്യാരണ്ടി ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം റിയൽ എസ്റ്റേറ്റ് മേഖല മുകളിലോട്ടും താഴോട്ടും പോകാനുള്ള സാധ്യത എപ്പോഴും ഉണ്ട്. സോ ടൈംലി ആയിട്ട് കൃത്യമായിട്ട് നിങ്ങൾ അതിനെപ്പറ്റി അന്വേഷിച്ചതിന് ശേഷം മാത്രമേ ഇത്തരത്തിലുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റിലേക്ക് നിങ്ങൾ കടക്കാൻ പാടുള്ളൂ എന്നാണ് ഞാൻ പറഞ്ഞത്. ഈ വീഡിയോ ഞാൻ ചെയ്തതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത്, നിങ്ങൾ ഇതിനെപ്പറ്റി ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്ന് പലർക്കും ഇന്ന് ഐഡിയ ഇല്ല. അത്തരത്തിലൊരു ഐഡിയ ആളുകളിലേക്ക് എത്തിക്കുക, ഒരു അവബോധം സൃഷ്ടിക്കുക എന്നത് മാത്രമാണ് ഈ വീഡിയോ ചെയ്തുകൊണ്ട് ഉദ്ദേശിച്ചത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കൂടുതൽ ആളുകളിലേക്ക് ഈ വീഡിയോ എത്തിക്കാൻ നിങ്ങൾ മറക്കരുത്. ഇതുമായി ബന്ധപ്പെട്ട സംശയങ്ങളുണ്ടെങ്കിൽ കമന്റ് ആയിട്ടും എഴുതാവുന്നതാണ്. കൂടുതൽ അപ്ഡേറ്റുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ. ബ്രാൻഡ് പാർട്ണർഷിപ്സ് ആൻഡ് അഡ്വർടൈസിംഗ് എൻക്വയറീസിനായി ഇമെയിൽ ID brand@boswala.com അല്ലെങ്കിൽ 9108014192 എന്ന വാട്സ്ആപ്പ് നമ്പറിലോ ബന്ധപ്പെടൂ. ബോസ്വാല, ബി ദ ബോസ്.